ADGP MR അജിത് കുമാർ RSS നേതാക്കന്മാരെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെയും BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രന്റെയും ഭാഷ ഒരേ ഭാഷയാണ്. K സുരേന്ദ്രന്റെയും ഗോവിന്ദ മാസ്റ്ററുടെയും ഭാഷ ഒരേ ഭാഷയാണ് എന്നുള്ളത് ഇവർ തമ്മിലുള്ള ഡീലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ്. രണ്ടുപേരും പറയുന്നത് MR അജിത് കുമാർ RSS നേതാക്കന്മാരെ സന്ദർശിച്ചതിന് എന്താണ് തെറ്റ്, സന്ദർശിച്ചുകൂടെ എന്നാണ് പറയുന്നത്. രണ്ടുപേരും ഒരേ ഭാഷയിലാണ് പറയുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മറയില്ലാതെ RSSും CPMും തമ്മിൽ ഉണ്ടാക്കിയ ADGP അജിത് കുമാർ മുഖാന്തരം ഉണ്ടാക്കിയ അന്തർധാര പൂർണ്ണമായും പരസ്യമാകുന്ന രീതിയിലായി മാറി. കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെ സീനിയർ IPS ഉദ്യോഗസ്ഥന്മാർ സന്ദർശിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെയോ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെയോ ഭരണത്തിലിരിക്കുമ്പോൾ പോലും അവരുടെ ഓഫീസുകളിൽ പോയിട്ടോ അവരുടെ പരിപാടി സ്ഥലത്ത് പോയിട്ടോ ഏതെങ്കിലും DGPമാരോ ADGPമാരോ സന്ദർശിച്ചതായി കേട്ടിട്ടില്ല. കോൺഗ്രസും UDF ഭരിക്കുമ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയോ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റിനെയോ കേരള കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെയോ ഏതെങ്കിലും സീനിയർ IPS ഉദ്യോഗസ്ഥന്മാർ പോയി സന്ദർശിച്ചതായി കേട്ടിട്ടില്ല. അപ്പോഴാണ് തൃശ്ശൂരിൽ വെച്ച് ADGP തന്നെ മുഖ്യമന്ത്രിയുടെ ദൂതനായി RSS നേതാവിനെ സന്ദർശിച്ചതും അതിന് മുൻപ് സന്ദർശനം ഉണ്ടായതും വിളിച്ചെത്തു വന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ രണ്ട് പാർട്ടികളുടെയും CPMന്റെയും BJPയുടെയും സംസ്ഥാന അധ്യക്ഷന്മാർ ഒരേ ഭാഷ സംസാരിക്കുന്നു. അതിനർത്ഥം ഈ ഡീല് പൂർണ്ണമായും വെളിപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി ഇതിന് തുടർച്ചയായിട്ടാണ് 2023 ഈ ഡീല് തുടക്കത്തിൻ്റെ തുടർച്ചയായിട്ടാണ് 2024 തൃശ്ശൂർ പൂരം ബോധപൂർവം അലങ്കോലപ്പെടുത്തുവാൻ ADGPക്ക് ധൈര്യം വന്നത്, ADGPക്ക് അതിനാവശ്യമായ നിർദ്ദേശം കൊടുത്തത്. അതുകൊണ്ട് തൃശ്ശൂരിലെ BJP ഈ സ്ഥാനാർത്ഥിയുടെ വിജയം പിണറായി വിജയൻ്റെ മകളുടെയും തൃശ്ശൂർ ജില്ലയിലെ CPM നേതാക്കളുടെയും രക്ഷയ്ക്കായി നൽകിയ ദാനമാണ്. കരുവന്നൂർ എക്സാലോജിക്കൽ കേസുകൾ 2 കേസും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കരുവന്നൂരിലെ ED അന്വേഷണം അവസാനിപ്പിച്ച നിലയിൽ പോലെയാണ്. ഇത് തന്നെയാണ് എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട കാര്യവും. കരുവന്നൂരിലെ കേസിൽ ED അതിൻ്റെ പാർട്ടിയെ പ്രതിയാക്കി, CPMനെ പ്രതിയാക്കി, CPM ജില്ലാ സെക്രട്ടറിയെ മണിക്കൂറുകളോളം കസ്റ്റഡിയിൽ വെച്ചു. പക്ഷേ ഇപ്പോൾ ആ കേസിൻ്റെ സ്ഥിതിയെ കേസ് രാജിയായതിന് തുല്യമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായി വന്ന എക്സാലോജിക്കൽ കേസും CPMന്റെ മുൻ മന്ത്രി, മുൻ MP, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ വളരെ ഉന്നതരായ നേതാക്കന്മാർ ചോദ്യം ചെയ്യപ്പെട്ട ആരോപണ വിധേയമായ കരുവന്നൂർ കേസ് ED അവസാനിപ്പിച്ച നിലയിലാണ്. എന്ത് ഡീൽ, ഏത് അടിസ്ഥാനത്തിലാണ് കരുവന്നൂർ കേസും എക്സാലോജിക്കൽ കേസും ED എഴുതി തള്ളിയതുപോലെ ആക്കിയത്? ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, വളരെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്.